നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി പറഞ്ഞത് ശരിയാ. അമ്മേ, പാലുടുക്കുമ്പോഴേ അവള് കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകാറുണ്ടോ? ഉണ്ട്. ഞാൻ കുപ്പിപ്പാൽ കൊടുക്കുമ്പോ അങ്ങനെയാ ചെയ്തോണ്ടിരുന്നെ. അത് വൈകമോളുമായി അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാ. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് പറഞ്ഞതാണേ എന്നെ അമ്മായി ഒന്ന് വിളിക്കില്ലെന്ന്. ഞാനിപ്പോ നിന്റെ അമ്മായിയല്ല. മാത്രമല്ല എനിക്കത്ര പ്രായമൊന്നുമില്ല. 2 കുട്ടികളുണ്ടായി പോയെന്നേ ഉള്ളൂ. എനിക്ക് നിന്റെ അത്ര പ്രായമേ ഉള്ളൂ. എന്തായാലും വിളിച്ചു ശീലിച്ചത് ഇനി മാറ്റാൻ പറ്റില്ല. അല്ല മായി, നിങ്ങള് ഇത്ര ചെറുപ്പമായിട്ട് എന്തുകൊണ്ട് കുഞ്ഞമ്മാവനുമായിട്ട് പുറത്തൊന്നും കറങ്ങാൻ പോകുന്നില്ല? ഞങ്ങൾ ഒത്തിരി കറങ്ങിയതാ, അതൊക്കെ മതി. ജഗദീഷ് ചേട്ടന് അതൊന്നും ഇഷ്ടമല്ല. അങ്ങേരൊരു മരങ്ങോടനാണല്ലേ? മൈഥിലി, കൊലി കേറിയ ഞാൻ ആളിച്ചിരി പെശക കേട്ടോ. അത് ഓർമ്മിച്ച നിനക്ക് കൊള്ളാം. സോറി അമ്മായി, അമ്മായിയും കുഞ്ഞമ്മാവനും തമ്മിൽ പ്രണയിച്ചൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഞങ്ങൾ പ്രണയിക്കുന്നത് എന്താ നിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണോ? എന്നെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അല്ലാതെ നിന്നെ പോലെ അവന്റെ കൂടെ ഇവന്റെ കൂടെ ഓടി നടക്കുന്നവളൊന്നല്ല. ഞാൻ ഓടിയതേ നിങ്ങളുടെ ആങ്ങളുടെ കൂടെയാ. അത്തരം പമ്പര വിട്ടികളുടെ കൂടെ ഓടുന്നതിനേക്കാൾ ഭേദം കുഞ്ഞമ്മാവനെ പോലത്തെ മരങ്ങോടന്മാരുടെ ഒപ്പം ജീവിക്കുന്നതാ. ഇവൾ എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇവൾ എന്തൊരു ജന്മം. ആഹാ, അത് ശരി. ദേവി ഇവിടെ ആയിരുന്നോ? ഞാൻ ഇവിടെ എവിടെയെല്ലാം നോക്കിയായിരുന്നു. എന്താ ചേട്ടാ? ഏയ് ഒന്നുമില്ല. ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ദേവിയല്ലേ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കണ്ടില്ലെങ്കിലേ മനസ്സിനകത്തൊരു പെടപെടപ്പാ. അതുകൊണ്ടാണ് തിരക്കി വന്നത്. ദേവിക്ക് എന്നോട് പഴയതിനേക്കാളും ഇരട്ടി സ്നേഹമൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ദേവിയുടെ സാഹചര്യം, അതുകൊണ്ടാ ദേവി എന്നോട് അടുക്കാൻ പേടിക്കുന്നത്. അതല്ലേ ദേവി സത്യം? എനിക്ക് എന്റേതായ കുറച്ച് ശരികളുണ്ട് ചേട്ടാ. അതനുസരിച്ചാ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എല്ലാവരും വേണം. ഞാൻ കാരണം ആരും വേദനിക്കരുത്, അത്രേ ഉള്ളൂ. എന്റെ അച്ഛനും അമ്മയും എത്ര നാൾ ഇങ്ങനെ ഇവര് അകന്നു തന്നെ ജീവിക്കും? ഇവരൊന്നാവണം, ഇവരെ ഒന്നിപ്പിക്കണം. പൂച്ചെറുക്കം കഴിഞ്ഞോട്ടോ ചക്കരെ. ഇപ്പൊ നിനക്ക് ഉറക്കവേ ഇല്ലേ? എപ്പോഴും പാലുകൂടിയാണോ? മോളെ, കുഞ്ഞിന്റെ കരച്ചില് കേട്ടാ ഞാൻ ഓടി വന്നത്. ഇപ്പൊ ഉറക്കം തീരെ കുറവാ അമ്മ. പാലുകൂടി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അമ്മേ, ടിന്നിലുള്ള പാൽപ്പൊടി കലക്കി പാൽ തയ്യാറാക്കി തരാവോ? പാലിപ്പൊ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞ് സമ്മതിക്കില്ല. ആ പാലിന് കൊടുക്കണോ മോളെ? അവളുടെ ആ ശല്യം ഒഴിവാക്കാനമ്മേ. വേണ്ട മോളെ, ഡോക്ടർ പറഞ്ഞ കണക്കനുസരിച്ച് ഇനി 1 മാസം കൂടി നമ്മൾ ക്ഷമിച്ചാ മതിയല്ലോ. അതുവരെ എന്റെ മോളൊന്ന് സമാധാനിക്ക്. എന്താ മോളെ? ഈയിടെയായിട്ട് കുഞ്ഞിന് എന്നോടുള്ള അടുപ്പം കുറയുവോ അമ്മേ? ഏയ്, അതിന് മോളോടുള്ള അടുപ്പൊന്നും കുറയില്ല. അതൊക്കെ മോക്ക് വെറുതെ തോന്നുന്നതാ. അമ്മേ, പാലുടുക്കുമ്പോഴേ അവള് കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകാറുണ്ടോ? ഉണ്ട്. ഞാൻ കുപ്പിപ്പാൽ കൊടുക്കുമ്പോ അങ്ങനെയാ ചെയ്തോണ്ടിരുന്നെ. അത് വൈകമോളുമായി അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാ.
സ്നേഹവും വാത്സല്യവും നൽകിയാൽ ഏത് കുഞ്ഞമോളെ അടുക്കാത്തത്? അവൾക്ക് ഈ കുഞ്ഞിനോട് വാത്സല്യമൊന്നും ഇല്ല. എന്നാലും അവള് കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകാൻ അനുവദിക്കരുത്. ഇതൊക്കെ വെറും ചെറിയ കാര്യങ്ങളല്ലേ മോളെ. ഇതൊന്നും എന്റെ മോള് വലിയ പ്രശ്നമാക്കി എടുക്കരുത്. ഈ കുഞ്ഞ് നിന്നെ വിട്ട് എങ്ങും പോവില്ല. പക്ഷേ കുഞ്ഞിനോടുള്ള നിന്റെ പൊസസീവ്നെസ് കുറയ്ക്കണം. കുടിച്ചു കേട്ടോ. അമ്മയുടെ സുന്ദരിയല്ലേ, തങ്കമണിയല്ലേ, അമ്മയുടെ ശിങ്കാരിമണിയല്ലേ. ഇത് അവളോടുള്ള പക വീട്ടാൻ ഞാൻ തരുന്നതാ. അല്ലാതെ നിന്നോട് എനിക്ക് ഒരു അലിവുമില്ല. നീ നശിച്ച ചെമ്പകമംഗലത്തെ അല്ലേ ആ മരമണ്ടം പോലീസിന്റെ മകള്. ഓ ഓ മതിയായോ? ഇങ്ങനത്തെ അമ്മമ്മയുടെ കൂടെ പോകാൻ മടിയാണോടാ? നന്ദിനി മുത്തശ്ശിന്ന് വിളിച്ചാലും മതി കേട്ടോ. അഭ്യാസം മാറ്റി വെച്ച് കുഞ്ഞിനെ താടി. അയ്യോ, കുഞ്ഞിനെ കരയിക്കല്ലേ. കരയില്ലേ മോളെ. ഇവിടെ 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 നോക്ക്. എന്ത് ചെയ്യാനാ മോളെ, പോയല്ലേ പറ്റൂ. ഇവിടുത്തെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി എന്റെ മോൾ അമ്മൂമ്മയുടെ കൂടെ പോയല്ലേ പറ്റൂ. അയ്യോ മതിയടി നിന്റെ വേലകളി. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിക്കണ്ട. മൂക്ക് അമ്മയുടെ അടുത്തൊന്ന് പോകുന്നതിൽ സങ്കടമാണോ? ചിങ്കാരി മുത്തല്ലേ, അമ്മയുടെ സുന്ദരി കുട്ടിയല്ലേ, അമ്മയുടെ ചക്കരയല്ലേ. എന്റെ കുഞ്ഞിനെ താടി. മീനാക്ഷി പറഞ്ഞത് ശരിയാ. അമ്മേ, പാലുടുക്കുമ്പോഴേ അവള് കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകാറുണ്ടോ? ഉണ്ട്. ഞാൻ കുപ്പിപ്പാല് കൊടുക്കുമ്പോ അങ്ങനെ ചെയ്തോണ്ടിരുന്നേ. അത് വൈകമോളുമായി അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാ. അവൾക്ക് ഈ കുഞ്ഞിനോട് വാത്സല്യമൊന്നും ഇല്ല. എന്നാലും അവള് കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകാൻ അനുവദിക്കരുത്. എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ അബദ്ധം മീനാക്ഷിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ജയേട്ടനും എനിക്കും ഇടയിൽ ഉണ്ടായ അകലം മീനാക്ഷിക്കും കാർത്തിക്കിനും ഇടയിൽ ഉണ്ടാവരുത്. മൈഥിലി അതിനൊരു കാരണമാവരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.